ലംഘനത്തിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചോദ്യം ചെയ്താൽ മതിയെന്നും കോടതി വ്യക്തമാക്കി. ഐസക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇഡിക്ക് വിശാലമായി കേസ് അന്വേഷിക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇത് താൽക്കാലികമായാണോ, തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യേണ്ട എന്ന് മാത്രമാണോ കോടതി വ്യക്തമാക്കുന്നത്? തോമസ് ഐസക്കിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെയും ഒപ്പം കിഫ്ബിയുടെയും ഹർജി ഹൈക്കോടതി പരിഗണിച്ചത്. ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. ഇതിലാണ് ഹൈക്കോടതി ഒരു കാര്യം വ്യക്തമാക്കുന്നത്. ചോദ്യം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, പത്തനംതിട്ടയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇഡിക്ക് വിശാലമായി കേസ് അന്വേഷിക്കാം, അതിനുള്ള സമയമുണ്ട്. തോമസ് ഐസക്കിന്റെ സൗകര്യം ഉള്ള ഒരു തീയതി പറയൂ, ആ തീയതിയിൽ ചോദ്യം ചെയ്യാം എന്ന കാര്യം ഇഡി പറഞ്ഞു. പക്ഷേ അക്കാര്യവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ ബാധ്യതയില്ല എന്നാണ് തോമസ് ഐസക്കിന്റെ വാദം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ രേഖകളിലൂടെ രേഖകൾ പരിശോധിച്ചു. ഇക്കാര്യത്തിൽ ചില കാര്യങ്ങളിൽ ചില വിശദീകരണം ആവശ്യമുണ്ട്. ആ വിശദീകരണം ഈ ഘട്ടത്തിൽ ആവശ്യമില്ല. അതിന് മറ്റൊരു ഘട്ടത്തിൽ ആ വിശദീകരണം മതിയാകും. ഈ ഘട്ടത്തിൽ അതിന് വിശദീകരണം ആവശ്യമില്ല എന്ന കാര്യവുമാണ് ഹൈക്കോടതി ഇഡിക്ക് മറുപടിയായി നൽകുകയും ചെയ്തത്. ഒപ്പം പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഈ ഘട്ടത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നൊരു പരാമർശവും കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൽ നിന്നാണ് ഈ പരാമർശം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡോക്ടർ TM തോമസ് ഐസക്കിന് ഏറെ ആശ്വാസകരമായ ഒരു നിലപാടാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. ഈ ഹർജിയിൽ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജിയിൽ മെയ് 22-ന്, അതായത് മധ്യവേനൽ അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി വിശദമായ വാദം, വോട്ടെടുപ്പിന് ശേഷം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യേണ്ട സ്ഥാനാർത്ഥിയെ ശല്യം ചെയ്യേണ്ടതില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ളത്. തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒരു നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നതെന്ന് ശ്യാം ദേവരാജ്, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ്, റിപ്പോർട്ട് ചെയ്യുന്നു.